കോഴിക്കോടൻ സ്റ്റൈലിൽ കാടമുട്ട മസാല ഇട്ടത് അല്ലേ? മസാല ഇട്ടതാണ്. ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് പോകണം ഇത് കിട്ടാൻ. അപ്പോൾ എന്തായാലും ഊരകത്തിൻ്റെ ഒരു സ്പെഷ്യലാണിത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബി വിത്ത് ബിയർഡ് മാൻ. ഹായ്, ഹലോ, വെൽക്കം ടു ബി വിത്ത് ബിയർഡ് മാൻ. താടിയില്ലാത്ത ബിയർഡ് മാൻ്റെ രണ്ടാമത്തെ വ്ളോഗാണിന്ന്. ശരിക്കും ഞാനുള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്തിൻ്റെ മണ്ണിൽ കാല് കുത്തുമ്പോൾ നമുക്ക് ശരിക്കും ആദ്യം ഓർമ്മ വരുന്നത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിഭവസമൃദ്ധമായ നല്ല ചിക്കനും ബീഫൊക്കെ കഴിച്ച് വയറെല്ലാം ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. കൂടുതൽ ഏറ്റവും സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ടത്, ഞാനൊരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. ഇവിടുന്ന് കഴിച്ചപ്പോൾ എനിക്ക് തേങ്ങാ ചമ്മന്തി ഇവിടുന്ന് കിട്ടി. സോ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ കൂടെ നിന്ന് 2 പേരും കൂടിയുണ്ട്. ഇതാണ് ഇത് വൺ മിസ്റ്റർ പ്രവീൺ, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള നിഷോബ് റോഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ നാട്ടിലാണ് ഞാനുള്ളത്. സോ അപ്പോൾ ഇവിടെ തന്നെ ഊരകം അല്ലേ, മലപ്പുറത്ത് ഊരകം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ഇവർ പറയും. നമ്മളിപ്പോൾ പോകുന്നത് എവിടേക്കാണ്? നമ്മൾ മിനി ഊട്ടിയിലാണ് പോകുന്നത്. എന്താണ് അവിടുത്തെ? ഊരകം മലയിലെ ഊട്ടിയിലെ അതേ ക്ലൈമറ്റാണ് എപ്പോഴും ക്ലൈമറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ടോ അവിടെ? ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെ സംഭവങ്ങൾ? നല്ലൊരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട്. മിനി ഊട്ടി എന്നുള്ള പേര് വരാൻ തന്നെ കാരണം തോന്നുന്നത് ചെറിയൊരു ഊട്ടിയുടെ ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കും. എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്ന റൺവേ ഒക്കെ നമുക്ക് ഫ്ലൈറ്റ് ഇറങ്ങുന്നതൊക്കെ കാണാൻ പറ്റും. അടിപൊളി. അതായത് കോഴിക്കോട് എയർപോർട്ട്, കാലിക്കറ്റ് എയർപോർട്ട്. ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഊരകം മലയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന വാഹനം തൊട്ട് പുറകിലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ഊരകത്തേക്ക് പോവുകയാണ്, ഊരകം മലയിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഊരകം, മലപ്പുറം ഊരകത്ത് ഊരകം മല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പറയുന്നത് മിനി ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു രക്ഷയുമില്ലാത്ത പ്ലേസാണ്. എൻ്റെ പൊന്നെ, കാണുന്നുണ്ടോ? അതിൻ്റെ തൊട്ട് പുറകെ അഗാധമായ ഒരു കൊക്കയാണുള്ളത്. അത്രയും ഇപ്പോൾ സമയം, ഞങ്ങൾ വന്നപ്പോൾ സമയം എത്ര അറിയോ? 4 മണി. വൈകുന്നേരം 4 മണിക്കാണ് ഈ ഒരു മോഡൽ ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര തണുപ്പുണ്ട് ഇവിടെ. ഇത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ വരുന്നതാണ് ഏറ്റവും വലിയ സംഭവം. ഇതിന് കുറച്ച് കൂടുതൽ അറിയാവുന്ന നമ്മുടെ കൂടെയുണ്ട്, പ്രവീൺ ചേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ചേട്ടാ ഒരു മിനിറ്റ്, ഇത് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? ഇത് ഒരുപാട് സംഭവമായിട്ട് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ കേട്ടറിവിനേക്കാൾ വലുതാണ് ഊരകം മല എന്ന് അപ്പോഴാണ് വന്നറിഞ്ഞത്. ഇവിടെ അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഈ കാണുന്നതിൽ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കോഴിക്കോട് റൺവേ ഒക്കെ കാണാൻ പറ്റുന്നത് ഇവിടുന്നാണോ? റൺവേ ഇവിടുന്ന് കാണാൻ പറ്റുമ്പോൾ കുറച്ചുകൂടി അപ്പുറത്ത് താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വിമാനം ഒന്ന് ഇറങ്ങുന്നത് ഈ റോഡിൽ തന്നെ കുറേ പോകണോ? കുറച്ചുകൂടെ ഇറങ്ങിയാൽ മതി. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. ഇവിടെ വരുന്ന സംഭവം എന്താ പറയുക, ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സംഭവം. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു ജ്യൂസിൻ്റെയും ഫ്രഷ് ജ്യൂസിൻ്റെ ഒക്കെ കടകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. യെസ്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം ഏതൊക്കെ? എങ്ങനെ കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടി. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സ്ഥലം എയർപോർട്ട് ഏരിയ. ഇപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നതാണ്, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് എയർപോർട്ട്. കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടി എയർപോർട്ട് ഏരിയയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു
മഞ്ഞാണ് ഇപ്പോഴും ഉള്ളത്. പ്രശ്നം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എയർപോർട്ട് കാണാൻ പറ്റും. നമുക്ക് മേലേക്ക് കയറാം. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം കൂടി നമുക്ക് കുറച്ച് ദൂരമുള്ളൂ, ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിൽ മാത്രമേ എയർപോർട്ടുള്ളൂ. കോഴിക്കോട് എയർപോർട്ട് മുന്നേ വന്നിട്ടില്ലേ? ഒരുപാട് പ്രാവശ്യം. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് ദൂരം നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ അല്ലേ? തീർച്ചയായിട്ടും. ശരിക്കും ഇപ്പോഴും ഇവിടെ കോട നിൽക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലിയ എടുത്തു പറയുന്നത്. ആ ചെറിയൊരു വൈകുന്നേരം 4 മണിയായി എന്നിട്ടും കോട നിൽക്കുന്നു. നമുക്ക് എന്തായാലും കുറച്ചൊന്ന് പോയേക്കല്ലേ വരി നടക്കും. ഉപ്പിലിട്ട് മാങ്ങ വാങ്ങണം. ഇതെത്ര 20 അല്ലേ? ഇത് കുത്തള്ളതുണ്ടാ? കോലുണ്ടാ? ഒരു ഫോട്ടോ നമ്മൾ നടക്കുമ്പോൾ കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല വേണ്ട? മസാല ഉണ്ടല്ലോ. 3 കൊള്ളിട്ടില്ല. കൊള്ളിയും തരും. 2. സോ മിനിയൂട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ നമ്മുടെ ചേട്ടൻ നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത് ഈ ചേട്ടൻ്റെ കടയിൽ നിന്നാണ്, നല്ല ടേസ്റ്റി ഉണ്ട്. ഇത് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണോ? നിങ്ങൾ തന്നെ കട്ട് ചെയ്തുണ്ടാക്കുന്നതാണ്? ഓക്കെ. ഇവിടെ വേറെ എന്തൊക്കെയാണ് കടയിലുള്ളത്? കടയിൽ വേറെ എന്തൊക്കെയുള്ളത്? കുലുക്കി സർവത്ത്. ആ, പിന്നെ എന്ത് പ്രത്യേകത ഇവിടുത്തെ? നിങ്ങൾ കടറ ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. ഉണ്ടാവും അല്ലേ? ആളുകൾ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരും. പിന്നെ വൈകുന്നേരം എല്ലാ ദിവസങ്ങളിലും ആളുകൾ ഉണ്ടാവും അല്ലേ? കോവിഡ് കുഴപ്പമൊന്നുമില്ല. താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട് അല്ലേ? അവിടെ താഴത്തേക്ക് ഇറങ്ങാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എയർപോർട്ട് കാണാൻ പറ്റുന്നത്. എയർപോർട്ട് ഇവിടുന്ന് കാണൂല, അത് ചെരുപ്പടി മലയിൽ നിന്ന്. ചെരുപ്പടി മല. ഇവിടെ ഇറങ്ങണ കാണാല്ല, വിമാനം പ്ലെയിനൊക്കെ പോകേണ്ടത് കാണാം. രാത്രിയൊക്കെ നല്ല രസമുണ്ടാവും അടിയൊക്കെ നോക്കിയാൽ. ശരിക്കും നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ കടലുള്ള ആളുകൾ ബസ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിവരം അറിയാം. അതുപോലെ ഇപ്പോൾ ചേട്ടന് ഇപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ ഫ്ലൈറ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അറിയണ്ടാവും അല്ലേ? അറിയില്ല, ഒരാഴ്ചയായിട്ടുള്ള ഇവിടെ. അതെ അല്ലേ? കച്ചവടമൊക്കെ ഉണ്ട്, ഉഷാറല്ലേ? കുഴപ്പമില്ല, ഉഷാറായിട്ട്. ഓക്കെ, അടിപൊളി. ഇതെന്താ സ്പെഷ്യല്? അത് കാടമുട്ട കോഴിക്കോട് കാടമുട്ട. ഇത് കോഴിക്കോടൻ സ്റ്റൈലിൽ കാടമുട്ട മസാല ഇട്ടത് അല്ലേ? മസാല ഇട്ടതാണ്. ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് പോകണം ഇത് കിട്ടാൻ. അപ്പോൾ എന്തായാലും ഊരകത്തിൻ്റെ ഒരു സ്പെഷ്യലാണിത്. അടിപൊളി. ഞാൻ ഇവിടെ പറക്കണില്ല, പാടാൻ കഴിഞ്ഞാൽ കേൾക്കാറുണ്ട്. ഗൈസ്, ഞാനുള്ളത് ഊരകമ്മലയുടെ നേരത്തെ നമ്മൾ പോയ ഊരകമ്മലയുടെ തൊട്ടപ്പുറത്തുള്ള അതിൻ്റെ ഏറ്റവും വലിയ ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് ഒരു കോറിയൊക്കെ ഉണ്ട്. ഇവിടെ മീൻ വളർത്തുന്ന ഒരു കേന്ദ്രമാണ്. ഇവിടുന്ന് മീൻ ഫ്രഷായിട്ട് പിടിച്ചു കൊണ്ടുപോയി നമുക്ക് പൊരിച്ചെടുക്കാം, വറുത്തെടുക്കാം, കറിക്കരിയാം അല്ലേ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? സ്ഥലത്തിൻ്റെ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ ഒരുപാട് ഈ കോറികൾ, ഈ കാണുന്ന കോറികളെല്ലാം മീൻ വളർത്തുന്നതാണ്. ഇത് കണ്ടില്ലേ, കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. അത്രയും ലുക്ക് പോലെ ഒരുപാട്. ഇവിടെയൊക്കെ വെള്ളം പറ്റിയതാട്ടോ. അപ്പോൾ മഴ പെയ്തതൊക്കെ നിറഞ്ഞു നിൽക്കും, ഒരു രക്ഷയില്ല. കയറാൻ പറ്റില്ല. കയറാൻ പറ്റും. ഇല്ലപ്പോൾ ഇതാ അത് കൂടെ കയറാമല്ലോ. അതാ അത് കൂടെ കയറാൻ കുഴപ്പമില്ല. ഇത് കൂടെ ഇറങ്ങിക്കോ. അവിടെ ഇറങ്ങിയപ്പോൾ മോന്തോച്ചി കൊണ്ടല്ലോ.
കുറച്ച് ഭയങ്കര നമ്മൾ വല്ല ഈ പഴയ പുരാതന സിനിമകളിലൊക്കെ പോയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം. ബൈക്കാണ് നിർത്തിക്കോ അച്ഛന്മാരെ, ഡേഞ്ചറാണ്. എന്നാൽ പോലും റിസ്ക് എടുത്ത് ഇത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് വന്നു. സംഭവേ ഒരു രക്ഷയില്ലാത്ത പ്ലേസാണ്. നമ്മൾ വല്ല ഈ പുണ്യപുരാതന സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യില്ലേ, ആ ഒരു പ്ലേസിലെത്തിയ പോലെ. എൻ്റെ പൊന്നെ, എനിക്ക് തോന്നുന്നു ഇവിടെ വല്ല സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള ഇങ്ങനത്തെ വല്ല സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസും കൂടിയാണ് ഊരകം. ഊരകത്തിൻ്റെ അടുത്തുള്ള ഈ ഒരു മീൻ വളർത്തൽ കേന്ദ്രം. ഇവിടെ തൊട്ട് ബാക്കിലൊക്കെ വെള്ളം എത്രയോ ഉയരത്താണ് ഞാൻ, എത്രയോ ഉയരത്താണ് ഞാൻ. ഓക്കെ, ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ പേടിയാവുന്നുണ്ട്. എന്തായാലും പൊളിയാണ്. സംഗതി കളറാണ്, പക്ഷേ കുറച്ച് ഡേഞ്ചറാണ് ഇവിടെ എത്തിപ്പെടാൻ പറഞ്ഞത്. എന്തായാലും ഈ സ്ഥലത്തിൻ്റെ കുറച്ച് പേരെന്താ, മയിലാടിക്കുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മയിലാടിക്കുന്ന് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സോ നമ്മൾ ഒരു വല്ലാത്തൊരു മൂഡാണ് നമുക്കിവിടെ വെച്ച് കിട്ടുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മളിങ്ങനെ യാത്രകളൊക്കെ കണ്ട് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട്, അപ്പോൾ നമ്മൾ നല്ലൊരു ഇവരൊരു സുഹൃത്തിനെ കണ്ടു, ഇവരെ നാട്ടുകാരാണ്, അഫ്നാസ് അല്ലേ? അഫ്നാസ്, ആ മാസ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വരും. അടിപൊളി. ശരിക്കും നമ്മളെ ബിയർഡ്മാൻ്റെ ഈ ഒരു വ്ളോഗിൽ ഇപ്പോൾ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ താടിക്കാർ ഞാനൊഴികെ എല്ലാവരും ഇപ്പോൾ താടിയുള്ള ആളുകളായി. അതാണ് ഏറ്റവും വലിയ. അഫ്നാസ്, ഈ സ്ഥലത്തിനെ കുറിച്ച് 2 വാക്കൊന്ന് പറയോ? അറിയില്ല. ഇടയ്ക്ക് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്? ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ മിനിയൂട്ടിയിലൊക്കെ വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് അല്ലേ? അടിപൊളി അടിപൊളി. ഓ സൂപ്പർ. ഒന്ന് സൗണ്ട് കുറയ്ക്കൂ. മലപ്പുറം നിങ്ങളെ കമ്പനികളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാലോ. നിങ്ങളെ പേര് പറയും. ഫസൽ അല്ലേ? അപ്പോൾ അഫ്നാസും ഫസലാണ് എന്ന് സത്യം പറയുക ഇവിടെ വന്ന് യാദൃശ്യമായിട്ട് പരിചയപ്പെട്ടതാണ്. ഇവിടുത്തെ മലപ്പുറംകാരനാണ്. ഒക്കെ ഇവരൊക്കെ അടുത്ത അയൽവാസികളാണ്. എന്തായാലും അടിപൊളി. അപ്പോൾ സത്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ ഷോൻ്റെ പേര് ബിയർഡ്മാൻ ആണെങ്കിൽ ഞാനിപ്പോൾ അടുത്താണ് താടി പഠിച്ചത്. ഞാനൊരു പടത്തിന് വേണ്ടിയിട്ട് താടി പഠിച്ചതാണ്. ഏതാ? അതാണ് പിന്നെ ഒരു കുഴപ്പമില്ലാത്ത പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ മിനിയൂട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ നാട്ടിലെ? അതാണ് ഏറ്റവും നല്ലത്. അല്ലെ, മിനിയൂട്ടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, നിങ്ങൾ വരാറില്ലേ അവിടെ? വരാറില്ലേ? ആശാൻ പറഞ്ഞു മടുത്തു. ഇനി ആശാന്റെ ഡയലോഗ് ഇതിൽ ഇടാൻ പറ്റില്ല. പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അഫ്നാസിൻ്റെയും ഫസലിൻ്റെയും ഫ്രണ്ട്സുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇവരെല്ലാവരും ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരും. ഒരുപാട് നല്ല കാഴ്ചകളും ഒരുപാട് പുതിയ വിശേഷങ്ങളുമായിട്ട്. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Like, share, subscribe. Be with Beardman.